എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഇന്നൊരു കുമ്പളങ്ങ കറിയാണ്. വളരെ എളുപ്പത്തിലൊരു കുമ്പളങ്ങ കറി, വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഈ കറി എങ്ങനെ വെക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ ഈ കറി എങ്ങനെ വെക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടേ, കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അച്ഛൻ താഴ്ത്തിക്കാൻ നോക്കണു, ക്യാമറയ്ക്ക് നോക്കണേ ഇല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് വെറൈറ്റി കുമ്പളങ്ങ കറിയാണ്, സിമ്പിളാണ്, വളരെ എളുപ്പത്തിലുള്ള കറികൾ മാത്രമേ നമ്മൾ വയ്ക്കുള്ളൂ. അതല്ല, അതതിനും വലുത് നേരില്ലാണ്ടിരിക്കുന്നവരാണ്. എന്താ ബിസി, ജോലിയല്ലേ. അതും ശരിയാണ്. തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ തുടങ്ങാൻ പോവാണ്. തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ തുറക്കും. ഒരു 5 ദിവസം കൂടെ നീട്ടി കിട്ടിയിരുന്നെങ്കിൽ 10-ാം തീയതി മതി. എന്തിനും 10 നേരത്തെ. നിങ്ങളുടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല, ഇരുട്ട് മൂടിയ പോലെ ഉണ്ട്. മഴ പെയ്ത് പറയണു. അപ്പോൾ കുമ്പളങ്ങ കറിക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പാണ് കേട്ടോ. കുറച്ച് മതി പരിപ്പ്. ഇന്ന് കഴുകിയതാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ നരച്ചെടുക്കാം. കുറച്ച് തേങ്ങ മതി, പരിപ്പിൻ്റെ അത്രയും തേങ്ങ മതി. തേങ്ങ പൊട്ടിച്ചപ്പോൾ അങ്ങനെ പോയി കേട്ടോ. പക്ഷെ അതെന്തൊക്കെയാണത്, നാരുകൾ നോക്ക്. സൂക്ഷിച്ച്. തേങ്ങ കുറച്ച് പെശകാ. അതെന്താ പറ്റി, ഒക്കെ പോകും കേട്ടോ. ഇത്രയും തേങ്ങ മതി, കുറച്ച് തേങ്ങ. എരിവിന് 4 ഉണക്കമുളക്, ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം, 3 കൂടി അരച്ചിട്ട് വരട്ടെ. പരിപ്പ് വന്ന് നോക്കാം. പരിപ്പ് വന്നു കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങ, ഇതിലേക്ക് ഒരു പിടി കടലപ്പരിപ്പ് കുതിർത്തതാണ് കേട്ടോ. 2-3 മണിക്കൂർ കുതിർത്തതാണ്, ഒറ്റ പിടി അതിലിട്ട് കൊടുക്കുക. നേരത്തെ തോരപ്പരിപ്പ് വേവിച്ചു. കടലപ്പരിപ്പ് ഇടുമ്പോഴേ നമുക്ക് ഇടയിൽ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒറ്റ വിസിൽ വരട്ടെ. കഷ്ണം എന്താ നോക്കട്ടെ. കടലപ്പരിപ്പ് പാകത്തിന് വന്നു, കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കല്ലുപ്പാണ്. നന്നായി തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട് തിളച്ചു, കറിയായി. ഇനി ഒന്ന് താളിച്ചിടാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക്, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില. നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാവും. കണ്ടതാ കാണിച്ചു. കടലപ്പരിപ്പും തുവരപ്പരിപ്പും സൂപ്പർ ടേസ്റ്റ്. തേങ്ങ ചമ്മന്തി അരയ്ക്കാൻ മുളകിലും കേട്ടോ. കറിവേപ്പിലിട്ട് തണ്ടാണത്. മുളക് പോയി. ഇങ്ങനെ പുട്ട് പോണു. മുളക് നല്ല മൊരിഞ്ഞു. ആയിട്ടാ ആട്ടെ. കത്തി 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 കത്തി. കഴുകിയിട്ട് അരയ്ക്കാം. നമുക്ക് സൂപ്പറായി ഒരു തേങ്ങ ചമ്മന്തി ആക്കിയാട്ടോ. അത് മുളക് ചുട്ടതാണ്. 6-7 മുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, 4 ചെറിയുള്ളി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങ, കുറച്ച് കുറച്ച് വളരെ കുറച്ച്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അരച്ചിട്ട് വരാം. ചമ്മന്തി അരച്ചിട്ട് വന്നു. സൂപ്പർ ചമ്മന്തി ഇട്ടാണ്. ചമ്മന്തി തന്നെ മതി ചോറിന്. അടിപൊളി ചമ്മന്തി. ഞാട്ടൻ ചോറാക്കട്ടെ. വിറക് വാങ്ങി പീസ് വിറകാണ്. നാടൻ ചാളാണ്. കണമ്പെന്ന് ഇങ്ങനത്തെ വിറകാണ് കേട്ടോ ഇവിടെ കിട്ടുക. വലുതും കിട്ടും, ഈ പൊടിയും കിട്ടും. ഇത് കഷ്ണം. ഹെൽപ്പ് യൂന്ന് വേണ്ട, ഒറ്റയ്ക്ക് ചെയ്യും. ചോറാക്കി കുറച്ച് ചമ്മന്തി ആക്കി കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് ചമ്മന്തി ചോറിലും കൊണ്ട് വെച്ച് കൊടുത്താൽ അടയ്ക്കുക. പിന്നെ നമ്മുടെ കുമ്പളങ്ങക്കറി ഒരു തവണ വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടും മസാലകളില്ലാത്തത്. അടിപൊളിയായിട്ട് ഏട്ടൻ്റെ ചോറ് പണിക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.